ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് നേരെ വന്നത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഭഗവാന് കൂട്ടായി കാവലായി നന്ദീശൻ ഫ്രണ്ടിലിരിപ്പുണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നല്ല 2 കരിവീരന്മാരുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് നവഗ്രഹങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ്. അവിടെ തൊഴുത് തൊട്ടപ്പുറത്തായിട്ട് ഗണപതിയുണ്ട്. ഗണപതി എന്ന് പറഞ്ഞാൽ പല ഭാവങ്ങളിലുള്ള ഗണപതിയാണ്. ഞാനിത് ആദ്യമായാണ് ഇത്രയും ഗണപതിയുള്ള ക്ഷേത്രം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ശിവലിംഗത്തിൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഞങ്ങൾ കയറിയാൽ താമസിക്കും. അപ്പോൾ നമ്മളുടെ ബസ്സുകാർക്ക് അതൊരു പ്രശ്നമാവും. അപ്പം ഞങ്ങളത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. നേരെ വന്നത് കോവളം ബീച്ചിലാണ്. കോവളം ബീച്ച് കടലിലിറങ്ങി കാലൊക്കെ നനച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു സായിപ്പിനെയും മദാമയും കണ്ടു. അവരോടൊക്കെ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ തട്ടി വിട്ടു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് വെൺപാലവട്ടം ഭഗവതി ക്ഷേത്രത്തിലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രം. വേറൊന്നും കൊണ്ടല്ല, ചുമർ ചിത്രങ്ങളിൽ ഏറ്റവും നല്ല ഒരു ക്ഷേത്രമാണ്. അതിന് ചുറ്റും നടന്ന് ഞങ്ങളെല്ലാ ബിംബങ്ങളും കണ്ടു. അതിനുശേഷം നേരെ അതിന് തൊട്ട് പുറകിലായിട്ടൊരു അമ്പലക്കുളമുണ്ട്. അവിടെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കുറേ മീനുകളുണ്ട്. അതിനെ കുറേ നേരം കണ്ടു നിന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നാഗരുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഞങ്ങൾ കയറി. അവിടെ ഈ നമ്മളുടെ നാളിനനുസരിച്ചുള്ള മരങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. അവിടെയെല്ലാം വെള്ളം ഒഴിച്ചു. അതിനുശേഷം നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ യാത്രയുടെ വിശേഷം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.